Tilo. ഗായ്സ്, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹോസ്റ്റലിലെ ഓണം വ്ളോഗാണ്. അപ്പം രാവിലെ എണീറ്റ് ഇവിടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇന്ന് മത്സരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് ഗായ്സ്. അപ്പം നമ്മളിവിടെ കസാരകളെയും കാര്യങ്ങളും എല്ലാ തവണ ഉള്ളതുപോലൊക്കെ തന്നെയാണ്. നമ്മുടെ സീനിയർ ടീച്ചർമാരാണ്. ഓണാഘോഷം നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാൻ ദൈവം സഹായിക്കുമെന്ന് ഞാൻ പറയുന്നത്. നമുക്ക് കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കിയിട്ടുണ്ട്. മത്സരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ കസാരകളിയാണ്. കസാരകളി ഇല്ലാതെ എന്ത് ഓണമല്ലേ. അപ്പം നമ്മൾ കസാരകളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേര് ആദ്യം ഫസ്റ്റ് സീസണൊക്കെ വെച്ചിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മത്സരങ്ങൾ മാത്രമേ ഇന്നത്തെ ദിവസം നടത്തുന്നുള്ളൂ. ബാക്കി മത്സര സമ്മാനദാനങ്ങളും ബാക്കിയുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ വേറൊരു ദിവസത്തേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ കസാരകളുടെ ഫൈനലാണിത്. എല്ലാം കൂടെ കാണിച്ച് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫൈനൽ കാണിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഫൈനലിൽ വന്നത്. അപ്പം ലാസ്റ്റ് എത്തിയത് ചേച്ചിയായിരുന്നു. പിങ്ക് ഉടുപ്പിട്ട ചേച്ചി, അഖില ചേച്ചിയായിരുന്നു വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറൊരു ഗെയിമായിരുന്നു. നമ്മളിങ്ങനെ നിന്നിട്ട് സ്ട്രോയിൽ ഇങ്ങനെ കപ്പ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് വെച്ചിട്ട് അവിടെ വെക്കുക എന്നുള്ളത്. അത് ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ളായിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ആ ഗെയിം കളിക്കുന്നത്. അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല ഫണ്ണായിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. വെള്ളം ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് നമ്മളൊരു കുഞ്ഞു ബോൾ വെച്ചിട്ട് അതിങ്ങനെ കപ്പിലൂടെ ആക്കി നമ്മളിങ്ങനെ മറ്റേ കപ്പിലോട്ട് ഏറ്റവും അവസാനത്തെ കപ്പിലോട്ട് ഇടണം. അത് ഞങ്ങളുടെ ഫ്രണ്ട് അനിയനായിരുന്നു ഗെയിംസ് എല്ലാത്തിലും വിൻ ചെയ്തത്. ഞങ്ങളതിന് ഭയങ്കര ചാട്ടവും തുള്ളക്കും എടുക്കലൊക്കെ ആയിരുന്നു. ലാസ്റ്റ് ഫൈനലായിരുന്നു അത്. അതിൽ ജയിച്ചതിൻ്റെ ആ ഒരു ആഹ്ലാദമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ബോയ്സ് ഹോസ്റ്റലിലെ 2-3 കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം അവരും ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരുള്ളതുകൊണ്ട് തന്നെ ഇവിടെ വിളിച്ചായിരുന്നു. അങ്ങനെ അവരും കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ടോട്ടലി ഫുള്ളും മൊത്തത്തിൽ വൈബായിരുന്നു. പിന്നെ ഗൈസ്, എപ്പോഴും ഉള്ളതുപോലെ തന്നെ സൂചിയും നൂലും കോർക്കൽ ഗെയിം അതെപ്പോഴും നമ്മുടെ ഒരു ഗെയിമാണ്. അപ്പോൾ നമ്മൾ അതും കളിക്കുന്നുണ്ടായിരുന്നു. കുറേ റൗണ്ട് ഉണ്ടായിരുന്നു. കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അതിനകത്ത് വീഡിയോയുടെ ഭയങ്കര ലെങ്തായി പോകും വീഡിയോയ്ക്ക്. അതല്ല അത് പിന്നെ അവിടെ സൗണ്ട് വെച്ചിട്ടാണെങ്കിൽ അവിടെ പാട്ട് വെച്ചേക്കുന്നതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇടാണ്ടിരുന്നത്. പിന്നെ ഈ നാരങ്ങയും സ്പൂണും അത് വ്യത്യസ്തമായിട്ടായിരുന്നു. അത് ഇവിടെ ചെന്ന ഒരാൾക്ക് നമ്മൾ കൈമാറി കൊടുക്കും. അവർ വീണ്ടും സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ പോയി അതവിടെ ആൾക്ക് കൊണ്ട് കൊടുക്കും. അങ്ങനെയായിരുന്നു ഈ ഗെയിം. ഒരു വെറൈറ്റി ഗെയിമായിരുന്നു. ഇഷ്ടിക വെച്ച് നമ്മൾ താഴെ വെച്ചിട്ട് നമ്മളിങ്ങനെ 2 കാലിങ്ങനെ താഴെ കുത്താണ്ട് ഇഷ്ടിക വെച്ച് നടത്തുന്നത് ഇച്ചിരി ഭയങ്കര ടാസ്ക് ആയിരുന്നു അത്. പിന്നെ ബോയ്സ് ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പറയുന്നത് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വലിയ ഇതില്ലായിരുന്നു എന്ന് വെച്ചാൽ കുറച്ച് പാടായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാരങ്ങ വെള്ളം കുടിച്ചു. പിന്നെ കുപ്പിയിൽ വെള്ളം നിറക്കുന്ന ഗെയിമായിരുന്നു അത്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ ശരിയാണ്. ഞങ്ങളുടെ ഗ്യാങ് അല്ലത് കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി ഗൈസ്. അങ്ങനെ അത് ഞങ്ങൾ കളിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വേറെ ആരെ കൊണ്ട് എടുപ്പിക്കാനും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ മഴ പെയ്തുകൊണ്ട് ഹോസ്റ്റലിനകത്താക്കി. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അകത്താക്കുമെന്ന് വിചാരിച്ചു കളികളെ. അപ്പം ഇതൊരു പിരമിഡ് ഉണ്ടാക്കാനായിരുന്നു. അവിടുന്ന് ബലൂൺ വെച്ചിട്ട് ഗ്ലാസ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ നിൽക്കുന്ന ആൾ പിരമിഡ് ഉണ്ടാക്കും. അത് അത്യാവശ്യം നല്ല ഫണ്ണായിട്ടുള്ള ഗെയിമായിരുന്നു. പിന്നെ ഈ ഒരു സ്ട്രോ വെച്ചിട്ട് നമ്മളവിടെ കടലല്ല ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ്. അത് നമ്മൾ ശ്വാസത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഗ്ലാസ്സിൽ കൊണ്ട് വെക്കണം. അതും കളിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിലൊക്കെ ക്ഷീണിച്ച് എല്ലാവരും സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു. കുറേ പേരുണ്ടായിരുന്നു. അപ്പം നമ്മൾ സദ്യയൊക്കെ വിളമ്പി കൊടുത്ത് എല്ലാവരും സദ്യ കഴിച്ചു. അപ്പം നല്ലൊരു ഡേ ആയിരുന്നു ഇന്ന്. നമ്മൾ അത് ശ്രീലക്ഷ്മി ചേച്ചിയാണ് ക്യാമറയിൽ പിടിച്ചിട്ട് ഓടിയതാണ്. അപ്പം കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനേക്കാളും നല്ല രസമുണ്ടായിരുന്നു ഈ വർഷത്തേത്. അപ്പം നമ്മൾ മെസ് ഹാളിലിരുന്ന് ഫുഡ് കഴിച്ചു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നല്ല അടിപൊളി സദ്യയായിരുന്നു. കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ഹോസ്റ്റലിലെ ഓണം അങ്ങനെ കഴിഞ്ഞ് ഇനി അടുത്തൊരു പാർട്ട് 2 കൂടി ഉണ്ട്.